നാഗറാണി സീരിയലിൽ നമ്മുടെ പൂർവിയെ കൊന്നിട്ട് പൂർവി കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് മക്കളെ. അതും പഴയ പൂർവിയായിട്ടല്ല. ആ തള്ളിയ പല്ലും ആ കണ്ണടയും ആ മുഖത്തെ ആ ഒരു നിറം കുറഞ്ഞ ലുക്കും എല്ലാം മാറി ഒരു അടിപൊളി ഒരു ഐറ്റം ആയിട്ട്, അതെ, ഒരു ഐറ്റം ഗേൾ ആയിട്ട്, ഒരു ഹോട്ടസ്റ്റ് ലേഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പൂർവി. അതും വെറും പൂർവി അല്ല, ഇനി അനന്തകുലത്തിന്റെ നാഗറാണിയായ ഇച്ഛാധാരി നാഗകന്യക അനന്തയായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നും മക്കളെ, പ്രതികാരം തുടങ്ങി. അനന്ത പ്രതികാരം തുടങ്ങിയിരിക്കുകയാണ്. ഇതാണല്ലോ ഒറിജിനൽ അനന്ത. അനന്ത പ്രതികാരം തുടങ്ങി. മാത്രമല്ല ഡ്രാഗണുമായിട്ട് ഏറ്റുമുട്ടി ഡ്രാഗനെ കൊന്നു. ഇനി ആര്യമനെയും അതുപോലെ തന്നെ സൂര്യ വീട്ടിലുള്ള ബാക്കി 13 പേരെയും കൊല്ലാനാണ് പ്ലാൻ. സിംഹാസനത്തിൽ വന്നിരുന്നുകൊണ്ട് ഞാനാണ് നാഗറാണി എന്നുള്ള ഒരു പട്ടമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പൂർവിയുടെ പ്രതികാരം തുടങ്ങുകയാണ് മക്കളെ. ഇനി വെറിത്തനം ആട്ടമാണ് നാഗറാണി സീരിയലിൽ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെയ് 20, 21, 22 തീയതിയിലൊക്കെ നിങ്ങൾക്ക് TV-യിൽ ഈ എപ്പിസോഡുകൾ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാൻ വൈകിപ്പിക്കണ്ട. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പൂർവിയും ഫാമിലിയൊക്കെ വീട്ടുകാരെല്ലാവരും ചേർന്ന് കൊല്ലുവാണല്ലോ. അതിനുശേഷം പരമീത്, കരൺ, അർജുൻ, പമ്മി, ഡിംപിള് ഇവരെല്ലാവരും കൂടെ കാർ ഓടിച്ച് പോവാണ്. നല്ല മഴയാണ്. അപ്പൊ രവീഷ് പറയാണ്, അച്ഛ ഇതെന്താ നമ്മുടെ അടുത്ത് നേരത്തെ പറയാതിരുന്നത്, എന്താ അച്ഛ നമ്മളൊക്കെ ചിങ്കിസ്ഥാനികളാണെന്ന്. അപ്പൊ പരമീത് പറയാണ്, നിങ്ങളൊക്കെ പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ആര്യമൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു എനിക്കൊരു ഡൗട്ട് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇവർ ഒരു സ്ഥലത്തെത്തുന്നു. അപ്പോൾ ഒരു ലോറി വരുവാണ്. ആ ലോറിക്കകത്താണ് എന്ത് ചെയ്യുന്നത്, ശവങ്ങൾ. ഇപ്പോൾ ഇവർ കൊന്നൊടുക്കിയ ശവങ്ങളെല്ലാം കൊണ്ടുവരുന്നു. മാത്രമല്ല ആ ലോറിക്കകത്ത് നിറച്ച് നമ്മുടെ RDX ബോംബുകളും തോക്കുകളും ഒക്കെയാണ്. പൊട്ടിക്കാനുള്ള എന്താ പറയുക, സ്ഫോടനം നടത്താനുള്ള വസ്തുക്കളാണുള്ളത്. അപ്പോൾ പരമീത് പറയാണ്, ഈ ലോറിക്കകത്ത് മൊത്തം സ്ഫോടന വസ്തുക്കളാണ്, കുംഭമേളയിൽ കൊണ്ടിട്ട് അത് പൊട്ടിക്കണം, പിന്നെ ഇവരെയൊക്കെ അവിടെ കുഴിച്ച് മൂടിക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ അവിടെ കുറേ കുഴികൾ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, കുഴികളിലേക്ക് ഓരോരുത്തരെ വീതം അടക്കാനായിട്ട് തുടങ്ങുവാണ്. 2 പേരെ അവിടെ ജോലിക്ക് നിർത്തുവാണ്. ഇതേസമയം ന്യൂസിൽ ഇങ്ങനെ ന്യൂസ് റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുംഭമേളയ്ക്ക് തുടക്കമായി. ജനലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും അവിടെ വന്നു കൂടുകയാണ്. പല പല മിനിസ്റ്റർമാർ മുതൽ പല ആൾക്കാരും പ്രശസ്തി ആർജിച്ച് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന ന്യൂസ് TV-യിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതേ സമയം നമ്മുടെ രവീഷ് പറയാണ്, അച്ഛ ഈ എപ്പോഴും നമ്മൾ കളിക്കുന്ന പോലെയല്ല, കുംഭമേള എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനിങ് പദ്ധതി നടത്തുമ്പോൾ അത് ചിലപ്പോൾ വിഷയം ആയാലോ. അപ്പോഴത്തേക്ക് പരമീത് പറയാണ്, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ B ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രാഗണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഡ്രാഗൺ. എന്നിട്ട് ഡ്രാഗണിന്റെ കഥ മൊത്തം പറയാണ്. പണ്ട് പറഞ്ഞിരുന്ന കഥ, അതായത് അക്ബറിന്റെ സദസ്സിൽ ചർച്ചയായിരുന്നതാണ്, അയൽ രാജ്യത്തുള്ളതാണ്. ഈ ഡ്രാഗണെ അതിന്റെ ജീൻ മോഡിഫൈ ചെയ്ത് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. ഈ ഡ്രാഗണെ നമ്മൾ ഇറക്കി വിട്ട് കുംഭമേള നശിപ്പിക്കും. അപ്പോൾ പിന്നെ ആരുടെ പേര് കേസ് എടുക്കും? ആരുടെയും പേര് കേസ് എടുക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് എല്ലാവരും കുഴി കുത്തി മൂടാൻ തുടങ്ങണം. അവിടെ 2 പേരെ ജോലിക്ക് നിർത്തിക്കുകയാണ്. ഇവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. കുഴി കുത്തുവാണ് എല്ലാവരും ഈ ശവങ്ങളെയൊക്കെ മൂടാൻ വേണ്ടിയിട്ട്. ഇതേസമയം ഭരണി അമ്പലത്തിൽ ശിവന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് മൊത്തത്തിൽ കരഞ്ഞു വിളിച്ച് നിൽക്കുകയാണ്. ഇന്ന് ശക്തി കിട്ടേണ്ട ദിവസമല്ലേ, എന്നിട്ട് എന്താണ് എൻ്റെ നാഗറാണിക്ക് ശക്തി കിട്ടാത്തത്? ഒന്നും സംഭവിക്കില്ല, എൻ്റെ നാഗറാണിക്ക് ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. കുഴി കുത്തി പൂർവിയെ കുഴിക്കാത്തടുത്ത് വെക്കുകയാണ്. പൂർവിയെ കുഴിക്കാത്തടുത്ത് വെക്കുന്നു, മണ്ണിട്ട് തുടങ്ങുവാണ്. ഇതേസമയം പരമീതിന്റെ ഫാമിലി, മക്കള് എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു, ഡ്രാഗൺ കിടക്കുന്ന ബേസ്മെന്റിന്റെ അവിടെ വരുവാണ്. എന്നിട്ട് ഇതെന്താ ഇതുവരെ ഉണർന്നില്ലല്ലോ, പാമ്പിന്റെ മണം അടിച്ചാലല്ലേ ഉണരൂ, ഇപ്പൊ ആ പാമ്പ് മരിച്ചില്ലേ എന്നിങ്ങനെ ഋഷഭ് ചോദിക്കുകയാണ്. പാമ്പ് മരിച്ചാൽ എന്താ, പാമ്പിന്റെ മണം അടിക്കാൻ എന്താ, പാമ്പിൻ തോലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പാമ്പിൻ തോലെടുത്ത് കൂട്ടിനകത്തേക്ക് എന്ത് ചെയ്യാണ്, എറിയുകയാണ് ഈ പറയുന്ന പരമീത്. പാമ്പിൻ തോല് ഏത് പാമ്പിൻ തോലാ? കഴിഞ്ഞ ദിവസം പാമ്പാട്ടി വീട്ടിൽ വെച്ച് മകടി ഊതിയപ്പോൾ അനന്ത പുറത്തോട്ടിറങ്ങി ഓടിയില്ലേ? അപ്പൊ അനന്തയുടെ കയ്യിലാണല്ലോ പൂർവിയുടെ പാമ്പിൻ തോല് പറ്റിയിരുന്നത്. അങ്ങനെ ഈ പാമ്പിൻ തോല് പരമീത് എടുത്തുകൊണ്ട് വരുവാണ്. അങ്ങനെ ഈ പാമ്പിൻ തോല് എടുത്ത് എറിയുമ്പോഴത്തേക്കും ഡ്രാഗൺ എന്ത് ചെയ്യുന്നു, കെട്ടിയിട്ടിരിക്കുന്ന ഡ്രാഗന്റെ അവിടെ നിന്ന് ഉണരുകയാണ്. ഉണർന്ന് ഇങ്ങനെ ചങ്ങലയിട്ടിരിക്കുകയാണ് ഡ്രാഗനെ. അപ്പൊ വീട്ടുകാരെല്ലാവരും ആദ്യം പേടിക്കുന്നു, പിന്നെ സന്തോഷിക്കുന്നു. ഇതേസമയം ഭരണി ക്ഷേത്രത്തിൽ കിടന്ന് മണി അടിച്ചിട്ട്, ഇങ്ങനെ അനീതി പാടില്ല മഹാദേവ, ഇന്ന് നാഗിനി ആകേണ്ടതായിരുന്നു നമ്മുടെ നാഗറാണി. അമൃതം ലഭിക്കാൻ വേണ്ടി കുറച്ച് വിഷമൊക്കെ കഴിക്കേണ്ടി വരും. എവിടെയാണ് നിങ്ങൾ നമുക്ക് തന്ന ശക്തികൾ, നാഗകന്യകമാർക്ക് തന്നിട്ടുള്ള വരദാനം എവിടെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം. അവിടെ കിടന്ന് ഭരണി ഭയങ്കരമായിട്ട് കരഞ്ഞു വിളിക്കുകയാണ്. ഇതേസമയം നമ്മുടെ പൂർവിയെ കുഴിച്ച് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈ ഇങ്ങനെ പൂർവ്വ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ അനങ്ങാണ് മണ്ണിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും ജോലിക്കാരൻ അവരുടെ കൈ അനങ്ങുന്നു, നിനക്ക് തോന്നുന്നത്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു,
മണ്ണ് കോരിക്കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർവ്വി എന്താണ്, ഈ കണ്ണടച്ച് ചത്ത് കിടക്കുവാണല്ലോ, കണ്ണിങ്ങനെ തുറക്കുന്നു. കണ്ണ് തുറക്കുമ്പോൾ ദേ അവൾ കണ്ണ് തുറന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നീ ഇന്ന് അടിച്ച ബ്രാൻഡ് മാറിപ്പോയി കാണും കേട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട് മറ്റൊരു ജോലിക്കാരൻ. അപ്പോൾ പൂർവ്വിയുടെ കണ്ണിന്റെ കൃഷ്ണമണിയിലൂടെ പൂർവ്വിയെ കൊന്ന ആൾക്കാരുടെ ചിത്രങ്ങൾ ഇങ്ങനെ മറഞ്ഞു പോവാണ്. ദേ നോക്ക്, ഇവളെ കൊന്ന ആൾക്കാരുടെ മുഖമാണ് ഇതിനകത്ത് കാണുന്നത്, നമ്മുടെ മുഖം ഇതിനകത്തുണ്ട്, കുഴിച്ചിടാൻ വന്നതുകൊണ്ട് ഇവളുടെ കണ്ണിൽ കാണാം. അപ്പം മറ്റൊരു ജോലിക്കാരൻ ചോദിക്കുകയാണ്, ശരിയാണല്ലോ നീ പറഞ്ഞത്, നാഗകന്യകമാരുടെ കണ്ണുകളിലാണ് ഇങ്ങനെ കാണുന്നത്, അപ്പൊ ഇവളും അതുപോലെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഭരണി ക്ഷേത്രത്തിലെ മഹാനാഗറാണിയെ കൊണ്ടുവന്നേ മതിയാകൂ, ഈ രാജ്യത്തിന് വേണ്ടി ഉണരൂ മഹാദേവ ഉണരൂ എന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മറ്റു ജോലിക്കാർ രണ്ടുപേരുടെ പേടിച്ചിട്ട് അവർ ഇഷ്ടം പോലെ മണ്ണ് കോരിയിട്ട് മൂടുന്നു, മൊത്തത്തിൽ പൂർവ്വിയെ അടക്കുവാണ്. ഇതേ സമയം നമ്മുടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ശിവന്റെ തലയിലെ ഗംഗയിൽ നിന്നും വെള്ളം വന്ന് ആ ക്ഷേത്രം മുഴുവൻ വെള്ളമായി, അവിടെ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി ഇങ്ങനെ പ്രളയം പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മഴയും പെയ്യുന്നുണ്ട്, ഭയങ്കര പ്രകൃതിക്ഷോഭം. അങ്ങനെ ആ വെള്ളം ഒഴുകി 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 എന്ത് ചെയ്യുന്നു, നമ്മുടെ പൂർവ്വി അടക്കിയിരിക്കുന്ന അവിടെ വരെ എത്തുന്നു. ഈ വെള്ളം അവിടെ വരെ ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുമിള, അതായത് വെള്ളത്തിന് ഇപ്പം നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുമിള വരത്തില്ല, അപ്പൊ അതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളക്കുന്നു, എന്ന് പറഞ്ഞിങ്ങനെ വെള്ളം തിളയ്ക്കുവാണ്. അപ്പോഴത്തേക്കും ഭരണി ഇതേ സമയം നമ്മുടെ 6 മഹാനാഗകന്യകമാരുടെ ഫോട്ടോ ഇല്ലേ ക്ഷേത്രത്തിലെ, ശിവന്യ, ശിവാംഗി, മേഘ, ബൃന്ദ, ബാനി, പ്രഗതി, ഇവരുടെ മുന്നിൽ നിങ്ങൾക്ക് എന്ത് ശക്തിയാണുള്ളത്, നിങ്ങൾക്ക് ഒരു കോപ്പവും ഇല്ലെന്നുള്ള ലെവലിൽ നിങ്ങൾക്കൊരു ശക്തിയില്ല, അനന്തയെ മരിക്കാൻ നിങ്ങൾ വിടരുത്, നാഗശക്തി പരാജയമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ 6 നാഗകന്യകമാരുടെ ഫോട്ടോസിൽ നിന്നും അവരുടെ ആ ഫോട്ടോയിലുള്ളവരുടെ വയറുകളിൽ നിന്നും ഒരു ശക്തി, അങ്ങനെ ഒരു ശക്തി വന്നിട്ട് ഈ 6 ശക്തിയും കൂടെ ചേർന്ന് ഒരു പ്രകാശം പോലെയായി മാറി. ഇത് മാറിപ്പോയി എന്ത് ചെയ്യാണ്, നമ്മുടെ പൂർവ്വിയുടെ ആ കുഴിയിൽ, പൂർവ്വി അടക്കിയിരിക്കുന്ന ആ കുഴിയിലേക്ക് പോയി ഇങ്ങനെ അടിക്കുകയാണ്. പൂർവ്വി അടിക്കുന്ന ആ കുഴിയിലേക്ക് പോയി ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, കുഴിച്ചിട്ട പൂർവ്വിയുടെ കൈ ഇങ്ങനെ പൂർവ്വി പൊക്കുകയാണ്. കൈ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൂർവ്വി എന്ത് ചെയ്യാണ്, മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊക്കുകയാണ്. എന്നിട്ട് നമ്മുടെ 13 സെക്കൻഡിലാണല്ലോ നിർത്തിയിട്ട് പോയത്, 13 സെക്കൻഡ് ആയപ്പോഴാണല്ലോ പൂർവ്വി മരിച്ചത്. 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1 തീർന്നു. പൂർവ്വി നാഗകന്യകയാകാനുള്ള സമയമായി. പൂർവ്വി പുറത്തു വരുന്നു. അതായത് ഇങ്ങനെ പുറകു വശമാണ് കാണിക്കുന്നത്, ചെളി കുഴിച്ചിട്ടതല്ലേ, ഇപ്പൊ മൊത്തം ചെളി, മഴയും കൂടാണ്, ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അത് വേറെ വേഷത്തില് നല്ല അടിപൊളി സ്ട്രക്ചറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തനിയെ കൈ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൊക്കി നാഗങ്ങളെ പോലെ ഇങ്ങനെ തനിയെ തന്നെ നിൽക്കുന്നുണ്ട്. പുറകു വശമാണ് കാണിക്കുന്നത്. മഴവെള്ളം വീണ് 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 ദേഹത്തുള്ള ചെളി മുഴുവൻ പോകുന്നു. പുതിയ ഒരു ലുക്കിലാണ് തിരിഞ്ഞു നിൽക്കുന്നത്, കണ്ണ് മാത്രം കാണിക്കുന്നു, വെറൈറ്റി ലുക്ക്. പിന്നെ കാണിക്കുന്നത് കുംഭമേളയാണ്. ഈ പരമീതിന്റെ ആൾക്കാർ 4 പേരുണ്ട്. ഇവിടെ ബോംബും സാധനങ്ങളൊക്കെ ബാഗിനകത്ത് തൂക്കിയിട്ട് സ്ഫോടനത്തിന് വേണ്ടി അങ്ങോട്ട് വരുവാണ്. അപ്പോൾ അരമണിക്കൂർ മതി ഇനിയിപ്പോൾ സ്ഫോടനത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ദൂരെ ഒരു പെണ്ണ് ഒരു കർട്ടൻ്റെ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ നിഴലായിട്ട് മാത്രമേ അവളെ കാണാവൂ. അതേ നോക്കടാ, ഒരു ചരക്ക് പെണ്ണ്, നമുക്ക് അവളെ പൊക്കിയാലോ, എടി നീ നമ്മളെ കൂടെ വരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ പെണ്ണിങ്ങനെ തിരിയാണ്, അത് നമ്മുടെ പൂർവ്വി, എൻ്റെ പൊന്നു മക്കളെ, പുതുസാ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വിയുടെ ആ നീണ്ട 2 പല്ലൊക്കെ പോയി മൊത്തം അടിപൊളി വെപ്പ് പല്ല് സെറ്റ് പോലെയായി, മുഖമൊക്കെ അടിപൊളി, ആ ഒരു കറുത്ത മുഖമൊക്കെ മാറിയിട്ട് നല്ല അടിപൊളി ഭംഗിയുള്ള, കറുപ്പിന് ഭംഗിയില്ലെന്നല്ല കേട്ടോ, കുറച്ചുകൂടി നല്ല അടിപൊളി ഒരു എന്താ പറയുക സ്ട്രക്ചർ, ഒരു ചരക്ക് പോലെ തന്നെ, ഇവർ പറഞ്ഞ പോലെ തന്നെ അത്ര ഒരു അടിപൊളി പൂർവ്വി. അപ്പോൾ പൂർവ്വി ഇങ്ങനെ നിൽക്കണം, പൂർവ്വി നടന്നിങ്ങനെ വരുവാണ് അവരുടെ അടുത്തോട്ട്. അതായത് നോക്കടാ അടിപൊളി എന്നിങ്ങനെ, നിന്റെ പേരെന്താ, എൻ്റെ പേര് അനന്ത എന്നിങ്ങനെ പൂർവ്വി പറയാണ്. നീ ആരാ, ഞാൻ ഒരു നാഗിനിയാണ്. അപ്പോഴത്തേക്ക് നാഗിനി, അത് പൊടി എന്നിങ്ങനെ പറയണം. അപ്പോൾ പൂർവ്വി എന്ത് ചെയ്യാണ്, പൂർവ്വി നാഗിനിയായിട്ട് മാറുകയാണ്. പകുതി മനുഷ്യനും പകുതി പാമ്പും. പൂർവ്വിയുടെ നാഗവേഷമാണ്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ പകുതി പാമ്പും പകുതി മനുഷ്യനും ആവുന്നു. അപ്പോൾ അവരെല്ലാം പേടിക്കുന്നു, അവരെല്ലാം പേടിച്ച് ഓടാൻ തുടങ്ങുകയാണ്. അയ്യോ ഇവിടെ നാഗിനിയാണോ, അതെ നാഗിനിയാണ് ഞാൻ, നാഗിനി എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഓടുകയാണ്. അങ്ങനെ അവരെ ചുറ്റിപ്പിടിച്ച് ദൂരേക്ക് എറിയണം. ഒരാളെ ചുറ്റിപ്പിടിച്ച് ദൂരേക്ക് എറിഞ്ഞിട്ട് പറയണം, നരനുമല്ല ഞാൻ നാരിയുമല്ല, അതായത് ആണല്ല ഞാൻ പെണ്ണുമല്ല, മനുഷ്യനുമല്ല മൃഗവുമല്ല, ചെകുത്താനുമല്ല മാലാകയുമല്ല, ദൈവവുമല്ല, പക്ഷേ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഭക്ത, സശക്ത, ശിവവരദായനി, നാഗലോകത്തിന്റെ റാണി, ഇച്ഛാധാരി നാഗകന്യക, അനന്തകുലത്തിന്റെ നാഗറാണി അനന്ത. എന്റെ പൊന്നെ, ഭയങ്കര ഗൂസ് ബമ്പ് സാധനമാണ് അത്. അങ്ങനെ പറയുന്നു. എന്നിട്ട് എല്ലാവരും ചുറ്റിയെടുത്ത് എറിയുന്നു. ഒരാൾ തോക്ക് വെച്ച് വെടിവെറ്റാൻ നോക്കുമ്പോൾ അവനെ തട്ടി വെള്ളത്തിലിടുന്നു. എന്നിട്ട് അനന്ത പറഞ്ഞു, രാജ്യദ്രോഹികളുടെ അവസാനത്തെ രാത്രിയായിരിക്കും ഇന്ന് എന്ന് പറഞ്ഞ് കൂടെ വന്ന ഒരാളെ പാമ്പായിട്ട് ഇഴഞ്ഞു പോയി അവനെ ചുറ്റുന്നു. കരുണ കാണിക്കൂ, കരുണ എന്നൊന്നും സാധനമില്ല, വിനാശത്തിന്റെ രാത്രിയാണെന്നൊന്നും പറഞ്ഞ് അവനെ ചുറ്റിയെടുത്ത് ദൂരെ എറിയുവാണ്. അപ്പോഴത്തേക്കും ഈ ഗുണ്ടകളുടെ ഫോണിലോട്ട് ബെൽജിയത്ത് വിളിക്കുകയാണ്, എന്തായി കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അനന്തയാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് അനന്ത സൗണ്ട് മാറ്റി സംസാരിക്കുകയാണ്. അപ്പം ഇച്ഛാധാരി നാഗകന്യക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇച്ഛയ്ക്കനുസരിച്ച് ആരുടെ രൂപം വേണമെങ്കിലും സ്വീകരിക്കാം, ആരുടെ ശബ്ദം വേണമെങ്കിലും സ്വീകരിക്കാം, അങ്ങനെയാണ്.
അപ്പം ഈ ഗുണ്ടകളുടെ ശബ്ദത്തിൽ അനന്ത സംസാരിക്കുകയാണ്, അതായത് നമ്മുടെ പൂർവി സംസാരിക്കുകയാണ്. അതായത് നമ്മൾ വരുന്ന വഴി നമ്മുടെ വണ്ടി മറിഞ്ഞു, ഡ്രൈവർ വെള്ളത്തിൽ വീണു, ആഹാ നീ ഇങ്ങോട്ട് വാടാ എന്നാൽ കാണിച്ചു തരാൻ നിനക്ക് എന്നിങ്ങനെ പറഞ്ഞ് ബൽജീത്ത് ഫോൺ വെച്ചിട്ട് ഇത് എല്ലാവരും മറ്റേ ബേസ്മെന്റിന്റെ അവിടെ നിൽക്കണം. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ അപകടം നടന്നു, പ്ലാൻ പാളിപ്പോയി എന്ന് പറയണം. അപ്പോൾ പരമീത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാൻ ബി ഇറക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡ്രാഗൺ തനിയെ കൂട് തകർത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, പുറത്തോട്ട് പറന്ന് തനിയെ തന്നെ ഡ്രാഗൺ പോകുന്നു. മഹാകുംഭം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. എല്ലാവരും ഡ്രാഗണെ കണ്ട് ഓടുന്നു. തീപടലം ഉണ്ടാക്കുകയാണ് ഡ്രാഗൺ. അപ്പൊ അനന്ത അവിടെ നിൽക്കുന്നുണ്ട്, അതായത് നമ്മുടെ പൂർവിയുടെ നാഗവേഷത്തിൽ നിൽക്കുന്നുണ്ട്. പൂർവി ഒരു തൃശൂല എടുത്ത് ഡ്രാഗന്റെ നേരെ ഫൈറ്റിന് വേണ്ടി നിൽക്കുകയാണ്. ഡ്രാഗൺ തീ ഊതുന്നു. പൂർവി തൃശൂല എടുത്ത് എറിയുകയാണ്. വാല് കൊണ്ട് ഡ്രാഗനെ അടിച്ചിടുന്നു. തൃശൂല എറിയുമ്പം 5 തലയുള്ള പാമ്പായിട്ട് മാറുവാണ് ആര്, നമ്മുടെ പൂർവി. എന്നിട്ട് ഡ്രാഗൺ വെള്ളത്തിന്റെ അടിയിലോട്ട് രക്ഷപ്പെടാൻ ഇറങ്ങി ഓടുന്നു. പൂർവിയും എടുത്ത് വെള്ളത്തിനകത്തോട്ട് തന്നെ ചാടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ പൂർവി ഡ്രാഗന്റെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ പാമ്പായിട്ട് നിന്ന് ചുറ്റി 5 തലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ചുറ്റി വരിഞ്ഞ് കൊന്ന് വെള്ളത്തിനടിയിൽ കൊഴുന്ന് വീഴ്ത്തുകയാണ് ഈ പറയുന്ന ഡ്രാഗണെ. പിന്നെ അത് കാണിക്കുന്നില്ല. പിന്നെ ന്യൂസ് റിപ്പോർട്ടാണ്, എന്താണ് നടന്നതെന്ന് അറിയില്ല, ഡ്രാഗൺ എന്തോ ഒരു വിഷയം നടന്നിരിക്കുകയാണ്, എന്തോ ഒരു വലിയ അപകടത്തിൽ നിന്നും ആരോ രക്ഷിച്ചിരിക്കുകയാണ്, ഏതോ ഒരു അദൃശ്യ ശക്തി എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള നാട്ടുകാരടുത്ത് ന്യൂസ് റിപ്പോർട്ടിനായിട്ട് ആൾക്കാർ വരണം. അപ്പോൾ എന്തോ വലിയൊരു ജീവിയായിരുന്നു, ഡ്രാഗണെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഡ്രാഗണോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, സീരിയലാണോ ഇത്, നിങ്ങൾ സീരിയൽ എന്ന് ഇങ്ങനെ കാണല്ലേ, അയ്യോ അതൊരു കാട്ടുമൃഗമല്ല, പാമ്പിനെ പോലെ, എന്നാൽ പാമ്പിനേക്കാൾ ഉഗ്ര ജീവിയായിരുന്നു അത്, ഡ്രാഗണെ പോലെ ആയിരുന്നു, ആണോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാമറയിൽ നിന്നൊന്നും റെക്കോർഡ് ആയില്ലല്ലോ. അപ്പം അതൊന്നും നമുക്കറിയില്ല, നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വന്നു, അത് ആരാണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഒരു അഘോരി പുഴയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അത് ഗംഗയുടെയും ഭാരതത്തിൻ്റെയും എന്താ പറയുക ഐക്യം കാക്കാനായിട്ട് വന്നവളാണ്, അവളൊരു പെണ്ണാണ്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ നാഗകന്യക്ക് നിന്നും പറയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ന്യൂസ് റിപ്പോർട്ടർ ഒരു പെണ്ണ് ഇവരെ നാട്ടുകാരെ കളിയാക്കിയിട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒരു ചായക്കടയാണ്. ചായക്കടയിൽ TV വെച്ചിട്ടുണ്ട്. അപ്പോൾ ആര്യവൻ്റെ ന്യൂസ് ചാനലാണ്. അപ്പോൾ ആര്യവൻ ന്യൂസ് വായിക്കുകയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഒരു കൊള്ളക്കാരി വധുവിൻ്റെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 കല്യാണം നടക്കേണ്ടിയിരുന്നതായിരുന്നു. പക്ഷെ ഒരു കല്യാണം നന്നായിട്ട് നടന്നു, മറ്റൊരു കല്യാണത്തിന് വന്നിട്ടുള്ള വധുവും കൂട്ടരും തട്ടിപ്പ് നടത്തി കടന്നു കളഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളും സൂക്ഷിച്ചോ, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരാം എന്ന് പറയുന്നു. അപ്പോൾ പൂർവി ഇത് ഇത്രയും കേട്ടോണ്ട് ഇത് കേട്ടോണ്ട് ഒരു തുണിയും ചുറ്റി ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. കാണിച്ച് തരാപടാ, നീയും കൂടെ എന്നെ കൊന്നതല്ലേ എന്നുള്ള ഒരു അർത്ഥത്തിൽ. അപ്പോൾ ഇവൻ ഈ ആരും ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ വിളിച്ചു വാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ അനന്ത നേരെ നാഗക്ഷേത്രത്തിലോട്ട് വരുന്നു. ക്ഷേത്രത്തിൽ കാല് വെക്കുമ്പോൾ തന്നെ ക്ഷേത്രം ഫുള്ള് പ്രകാശിക്കുന്നു. അവിടെ വരുമ്പോൾ തന്നെ പഴയ നാഗകന്യകമാരുടെ ഫോട്ടോസൊക്കെ അവിടെ ഇരിക്കുന്നു. അവരെല്ലാവരും ഇങ്ങനെ പൂർവിയെ നോക്കി ആ ഫോട്ടോകളിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കണ്ണ് ചിമ്മിയിട്ട് തിരിച്ച് ആ ഫോട്ടോയ്ക്കകത്തേക്ക് തന്നെ കയറി പോവാണ്. പൂർവി വന്ന് നേരെ മണി അടിക്കുന്നു. ഭയങ്കര പ്രകൃതിക്ഷോഭമാണ്. ശിവനെ വണങ്ങിയിട്ട് വരുമ്പോഴാണ് ഭരണി അവിടെ നിൽക്കുന്നത് കാണുന്നത്. നേരെ സിംഹാസനത്തിൽ കയറി കാലുമേ കാലക്കെട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ കയറി അങ്ങ് അധികാര സ്വരത്തിൽ കയറി പൂർവി ഇരിക്കുകയാണ്. അപ്പോൾ ഭരണി വന്നിന്ന് വണങ്ങുന്നു. നിറയെ പാമ്പുകൾ അവിടെ വന്നുകൊണ്ട് വണങ്ങുകയാണ് നമ്മുടെ പൂർവിയെ. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് ഒരു മലമുകളിലോട്ട് നമ്മുടെ ഭരണിയും പൂർവിയും കൂടെ പോവാണ്. ഈ മലമുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ കാണാം. അങ്ങനത്തെ ഒരു മലമുകളുടെ മുകളിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ഭരണി ചോദിക്കണം, ഇനി എന്താ അടുത്ത പ്ലാൻ, എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് നാഗറാണി എങ്ങനെ ചെയ്തവർക്കെതിരെയായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അനന്ത പറയാണ്, വിനാശത്തിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അവർ 13 പേരുടെ അന്ത്യം കാണാതെ ഞാൻ അടങ്ങില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കിയതാണ് അവർ. മരണം പോലും ഭയക്കുന്ന മരണം ഞാൻ അവർക്ക് കൊടുക്കും. ഈ നാഗകന്യക ഒന്നിനെയും വെറുതെ വിടില്ല. കഥ തുടങ്ങുകയാണ് ഇവിടെ നിന്ന്. 13 പേരുടെ മരണം കണ്ടല്ലാതെ ഞാൻ എൻ്റെ പ്രതികാരം അവസാനിപ്പിക്കില്ല. എൻ്റെ രാജ്യത്തിനെതിരെ ആര് വന്നു കഴിഞ്ഞാലും അവരെയും ഞാൻ നശിപ്പിക്കും എന്നിങ്ങനെ പറയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ റിവ്യൂ അവസാനിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് വേറെ ലെവലാണ് മക്കളെ. നിങ്ങൾ TV കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല നിങ്ങൾ നാഗിൻ ഹിന്ദി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ വരാം. ഇതിപ്പം എനിക്ക് തോന്നുന്നു മെയ് 18, 19, 20 ഈ സാധനം ഞാൻ പറഞ്ഞതൊന്നും ടെലികാസ്റ്റ് ചെയ്തവർ എത്തത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.